ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളെ നേരത്തെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാത്തത് എന്തുകൊണ്ടാന്ന്? മാഡം, അവന്റെ ഒരു മാഡം വിളി. ഈ മാഡം വിളിയിൽ നിനക്കാരോ കൈവശം തന്നിരിക്കാന്നാ തോന്നുന്നേ. മേലിൽ എന്നെ മാഡം എന്ന് വിളിച്ചു പോരുത്. അവരോട് മാന്യോട് സംസാരിച്ചതല്ലേ രാജുവിന്റെ ആ പെൺകുട്ടിയുടെയും കല്യാണം നടത്തിക്കൊള്ളാൻ. അതിന് രാജുവിന് താല്പര്യം വേണ്ട ഏട്ടാ. പിന്നെന്തിനാ അവര് നമ്മുടെ കുട്ടിയുടെ കല്യാണം മുടക്കാൻ നടക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ആ രുക്മിണിയെ വിളിച്ചിങ്ങതാ, ഞാൻ അവരോട് സംസാരിക്കാം. എന്താ അവരുടെ നമ്പർ ഇല്ലേ? നമ്പർ ഇല്ലെങ്കിൽ രാജുവിനെ വിളിച്ച് അവരുടെ നമ്പർ മേടിക്കേ. അതൊന്നും വേണ്ട ഏട്ടാ. ഏട്ടനൊന്നും അവരെ വിളിക്കണ്ട. പിന്നെന്താ ചെയ്യാ? ഏട്ടാ, ഇനി ഋതുമോളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല. കല്യാണം മുടങ്ങിയ അത് ഋതുമോളുടെ ഭാവിക്ക് തന്നെ അപകടമാ. അതെ ഏട്ടാ, പലവട്ടം കല്യാണം മുടങ്ങിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേറെ ആരും വരില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാമിനി? നമുക്ക് നാളെ തന്നെ ഋതുമോളുടെയും രാജുവിന്റെയും കല്യാണം നടത്തണം. നാളെ തന്നെ കല്യാണം നടത്തണോ? ശേഖരൻ എന്തൊക്കെയാ പറയുന്നേ? ഇനി ഒരു പരീക്ഷണത്തിന് നമുക്ക് നിൽക്കണ്ട ചേട്ടാ. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടത്തണം. അതൊക്കെ പ്രാക്ടിക്കൽ ആവോ? പ്രാക്ടിക്കൽ ആവാൻ എന്താ കുഴപ്പം? ഏട്ട സമ്മതിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. നീ പറഞ്ഞത് ശരിയാ. ഇതുപോലുള്ള ശത്രുക്കളെ നേരിടണമെങ്കിൽ അത് തന്നെ വഴി. നമുക്ക് നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. രാജുവുമായി ഉണ്ടായ ആ ഫേക്ക് മാരേജിന്റെ കാര്യം അമ്മമ്മയോട് പറയണമെന്ന് ആ മീരാന്റെ കത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. മീരാന്റെ എൻ്റെ ഒരു വെൽവിഷറാ. തന്നെയുമല്ല, അമ്മമ്മയോടത് മറച്ചു വെക്കുന്നത് ശരിയല്ല. പറഞ്ഞേക്കാം. മോളെ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇറങ്ങിക്കോ. അമ്മമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഇതുവരെ അമ്മമ്മയോട് പറയാത്തൊരു കാര്യ. അതെന്ത് കാര്യം? ഞാനത് പറയട്ടെ? ഞാൻ അറിയേണ്ടതാണെങ്കിൽ നീ അതെന്നോട് പറയണം. രാജുവും ഞാനുമായിട്ട് മുൻപൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുനാള് മുൻപ് ദീപക്കുമായിട്ട് എന്റെ കല്യാണം നിശ്ചയിച്ചപ്പോ. ഓഹോ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ? അപ്പോ ജീവപര്യന്തം തടവിന്ന് രക്ഷപ്പെട്ടതല്ലേ? ശരി, കേൾക്കട്ടെ. അത് അമ്മമ്മ, ആരാടി നിന്നെ താലി കെട്ടി ആ മഹാൻ? ഈ താലി ഇതെവിടെ നേടി? രാജുവിന്റെ. എന്റെ താലി? രാജുവിന്റെ കർച്ചീഫിൽ നിന്ന് കിട്ടിയതാ. എന്തായാലും മോളിത് പറഞ്ഞത് നന്നായി. നല്ല കാര്യം. ഈ രാജു ഇതാരെയാ പേടിക്കുന്നേ? അതോ വല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണോ? മോള് കേറിവാ. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ അത്ര മടയോ നല്ല നീ. രാജു വന്നല്ലോ.
എന്താ രാജു എന്റെ കൊച്ചിനൊരു കുറവ്? ഇവളെ നേരത്തെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാത്തത് എന്തുകൊണ്ടാന്ന്? മാഡം, അവന്റെ ഒരു മാഡം വിളി. ഈ മാഡം വിളിയിൽ നിനക്കാരോ കൈവശം തന്നിരിക്കാന്നാ തോന്നേ. മേലിൽ എന്നെ മാഡം എന്ന് വിളിച്ചു പോരുത്. അമ്മമ്മ അങ്ങനെ വിളിച്ചാ മതി. ഋതുമോള് വിളിക്കുന്നത് അമ്മമ്മയെന്നാ. അതുപോലെ വിളിച്ചാ മതി നീ. വാ മോള് വാ. ആഹാ, മോളെ വധൂവരന്മാർ പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയോ? അനുഗ്രഹം വേണ്ടുവോളം ദേവി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് വാങ്ങിക്കാനൊരു താല്പര്യം വേണ്ടേ, അല്ലേ? ആ അമ്മേ, നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് ഇവരുടെ കല്യാണം നാളെയാ. മുഹൂർത്തം പറഞ്ഞില്ല. 10നും 10:45 ഇടയ്ക്ക്. അപ്പോ മറ്റുള്ളവരാരെയും ക്ഷണിക്കണ്ടെന്നാണോ ശേരം പറയുന്നത്? ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ ഏട്ടാ. കല്യാണം ക്ഷണിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 3 ദിവസം മുമ്പെങ്കിലും വേണമെന്നാ പഴമക്കാരുടെ അഭിപ്രായം. ഒരു കണക്കിന് നല്ലതാ. കല്യാണത്തിന് അധികം ആളുകൾ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. നമ്മൾ മാതൃക കാട്ടിക്കൊടുത്തില്ലെങ്കിൽ വേറെ ആര് കാട്ടിക്കൊടുക്കാനാ? കല്യാണത്തിന് നമ്മുടെ വീട്ടുകാര് മതി, ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാര്. അങ്ങനെയാണെങ്കിൽ രാജു വീട്ടിലേക്ക് വെക്കോ. രാജിന് മാത്രമല്ലല്ലോ, വീട്ടുകാർക്കും ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടേ? രാജു, നിനക്കിപ്പോ ഡബിൾ റോളാ ഉള്ളത്. അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണം. അത് മറക്കണ്ട. ചെല്ല്. മോള് വാ. അമ്മമ്മേ, ആ നമുക്ക് പോവാം. ആ ശരി. വാ മോളെ. ഈ കല്യാണം നടക്കില്ല. അവന്റെ പോക്ക് കണ്ടില്ലേ? അകലേ നോവിനാലേ